സിക്സ് പാക്ക് ഉണ്ടാക്കണം എന്നുള്ള വാശിയോടുകൂടി കുറേ ദിവസമായി വീട്ടിൽ നിന്നും ഓടുകയും അതുപോലെ തന്നെ ചാടുകയും ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ വെട്ടിക്കാടൻ എന്ന് വിളിക്കുന്ന വിനു എന്ന ചെറുപ്പക്കാരന്റെ അഭ്യാസമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്നതിന് വേണ്ടി ശ്രീ സുകുമാർ അഴീക്കോട് ഇപ്പോൾ നമ്മുടെ ലൈനിലുണ്ട്. ശ്രീ സുകുമാർ അഴീക്കോട് സാർ, താങ്കൾ ഈ ദൃശ്യം കാണുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ അഭ്യാസത്തിന്റെ പേര്? ഞാനിപ്പോൾ കുറെ ദിവസമായിട്ട് ഊണും ഉറക്കവും അതുപോലെ തന്നെ പല്ലുതേക്കും കുളിയൊന്നുമില്ലാതെ. സാർ, താങ്കൾക്ക് ഇത് ഈ സ്വഭാവം പണ്ടേ ഇല്ലല്ലോ സാർ. ഞാൻ പല്ലു തേക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുളിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ഈ ചർച്ച നടക്കുന്നത്. എനിക്ക് തിരുവനന്തപുരത്ത് കലവറയുടെ നിധിയെക്കുറിച്ച് അല്പം വിമർശിക്കാൻ പോകേണ്ടതുണ്ട്. ആ തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ അഭ്യാസം കാണുവാൻ വേണ്ടി ടിവിയുടെ മുന്നിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത്. ഇതിന് അഭ്യാസം എന്നല്ല പറയാനുള്ളത്, ശുദ്ധ ആഭാസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മൾട്ടി ജിംനാഷ്യം ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇതുപോലെ കാശ് കൊടുക്കാതെ വലിയ ഈ പാൾ ട്രൗസറൊക്കെ എടുത്ത് ഈ തുള്ളിച്ചാടുന്ന, ഇതുപോലെ തുള്ളിച്ചാടിയാലൊന്നും ഈ സിക്സ് പാക്ക് വരാൻ പോകുന്നില്ല. ഈ ചെറുപ്പക്കാരന് സിക്സ് പാക്ക് പോയിട്ട് അവനൊക്കെ എന്താ വേണമെന്ന് പറഞ്ഞാൽ ഈ 2 അരിച്ചാക്കെടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് ഈ നടു റോഡിലൂടെ ഇങ്ങനെ നടത്തിക്കുകയാണ് അവനൊക്കെ വേണ്ടത്. അല്ലാതെ വേറെ പണി ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദി ശ്രീ സുകുമാർ നായർ. ഈ വിഷയത്തെ പറ്റി പ്രതികരിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന ശ്രീ ഗോപകുമാർ സാർ ഇപ്പോൾ ലൈനിലുണ്ട്. ശ്രീ ഗോപകുമാർ സാർ, താങ്കൾ ഈ ദൃശ്യം കാണുന്നുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനെ പറ്റി പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. 2 ദിവസമായിട്ട് ഞാൻ ഈ ദൃശ്യം കാണുകയാണ്. പഴയ മലയാള സിനിമയിലെ ശ്രീ ജയനെ പോലുള്ള സിക്സ് പാക്കുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിട്ടുണ്ട്. ഏതായാലും കൂടുതലൊന്നും ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ആ ചെറുപ്പക്കാരന്. ആ ചെറുപ്പക്കാരന് നല്ല മസൂറുകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് ആ മസൂലിനായി കാത്തു നൽകുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സുകുമാരൻ നായർ. ഗോകുമാർ സാർ നമ്മളോട് പ്രതികരിച്ചതിന്. 2 ദിവസമായി സിക്സ് പാക്ക് വേണമെന്ന വാശിയോടുകൂടി റൂമിൽ നിന്നും തുള്ളുകയും ചാടുകയും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാതെ പല അഭ്യാസങ്ങളും കാഴ്ചവെക്കുന്ന ഒരു അവസ്ഥ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുകയാണ്. ഏതായാലും ന്യൂസ് അവറിൽ ഞങ്ങൾക്ക് മറ്റൊരു വിഷയത്തേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. സിക്സ് പാക്ക് ഉണ്ടാക്കണം എന്നുള്ള വാശിയോടുകൂടി കുറേ ദിവസമായി വീട്ടിൽ നിന്നും ഓടുകയും അതുപോലെ തന്നെ ചാടുകയും ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ വെട്ടിക്കാടൻ എന്ന് വിളിക്കുന്ന വിനു എന്ന ചെറുപ്പക്കാരന്റെ അഭ്യാസമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്നതിന് വേണ്ടി ശ്രീ സുകുമാർ അഴീക്കോട് ഇപ്പോൾ നമ്മുടെ ലൈനിലുണ്ട്. ശ്രീ സുകുമാർ അഴീക്കോട് സാർ, താങ്കൾ ഈ ദൃശ്യം കാണുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ അഭ്യാസത്തിന്റെ പേര്? ഞാനിപ്പോൾ കുറെ ദിവസമായിട്ട് ഊണും ഉറക്കവും അതുപോലെ തന്നെ പല്ലുതേക്കും കുളിയൊന്നുമില്ലാതെ. സാർ, താങ്കൾക്ക് ഇത് ഈ സ്വഭാവം പണ്ടേ ഇല്ലല്ലോ സാർ. ഞാൻ പല്ലു തേക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുളിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ഈ ചർച്ച നടക്കുന്നത്. എനിക്ക് തിരുവനന്തപുരത്ത് കലവറയുടെ നിധിയെക്കുറിച്ച് അല്പം വിമർശിക്കാൻ പോകേണ്ടതുണ്ട്. ആ തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ അഭ്യാസം കാണുവാൻ വേണ്ടി ടിവിയുടെ മുന്നിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത്. ഇതിന് അഭ്യാസം എന്നല്ല പറയാനുള്ളത്, ശുദ്ധ ആഭാസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മൾട്ടി ജിംനാഷ്യം ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ
ഇതുപോലെ കാശ് കൊടുക്കാതെ വലിയ ഈ പാൽ ട്രൗസറൊക്കെ എടുത്ത്